വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബർഫിയുടെ റെസിപ്പിയാണിന്ന്. അപ്പം നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ കടലമാവും ചേർക്കുവാണേ. ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എനിക്ക് ഒരു നുള്ള് മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. അതേ അളവിൽ തന്നെ 1/2 കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിക്ക് പിടിക്കാതെ ഇളക്കണം. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുതേ. ഇത് ഏകദേശം നെയ്യൊക്കെ തെളിഞ്ഞിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കടലമാവ് മൂത്ത ഒരു മണം വരും കേട്ടോ. സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അല്പം ഒന്ന് തണുത്ത് വരട്ടെ. 1 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ഏലക്കായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നമുക്ക് കുറച്ച് ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. വലിയ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. കേക്ക് ടീൻ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കുവാണ്. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പം കൂടുതൽ പൊടിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമോ പിസ്തയോ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ എടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറി കഴിയുമ്പം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പുറത്തെടുക്കാം. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബർഫി ഉണ്ടാക്കിയെടുത്തില്ലേ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് തോന്നുമ്പോൾ ഓടിപ്പോയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.